ഇതെങ്ങാനും നമ്മുടെ നാട്ടിലാണെങ്കിലുള്ള അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും കാണാനും വീഡിയോസ് എടുക്കാനും എൻജോയ് ചെയ്യാനൊക്കെ. എന്നാൽ പിറ്റേ ദിവസം ഉണ്ടാവും നമ്മൾ തന്നെ സദാചാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ തന്നെ. അപ്പോൾ ചങ്കാളെ എപ്പം ഉള്ള ഇവിടെ അറിയോ, രാത്രി ഫുഡ് അടിച്ചതിൻ്റെ ശേഷം ഇവിടെ ഒരു ഇഞ്ചസ്പ മോഡൽ പരിപാടി ഉണ്ടാറുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ ഓരോ ഫംഗ്ഷൻസ്, ഇങ്ങനെ യന്ത്ര ഊഞ്ഞാൽ, തോണി, അത് ഫാമിലി കിഡ്സിനും ചെക്കന്മാർക്കും DJ ഗാൻമേള എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി ഉണ്ടല്ലോ. അതിവിടെ വെസ്റ്റ് ബംഗാളിൽ നമ്മുടെ ടെൻ്റ് അടിച്ചതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുണ്ടാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയി നോക്കിയതാണ്. രാത്രി 10:30 മണിയായിട്ടപ്പോൾ ഈ സമയേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അമ്മാര് ജന ഫുൾ ഫാമിലി. അപ്പോൾ ലാസ്റ്റത്തെ ദിവസമാണോ ഉള്ളത്, ഇന്ന് ലാസ്റ്റാണ്. അതുകൊണ്ടാണ് ചില സംഗതികളൊക്കെ കഴിച്ച് കണ്ടില്ലേ. അപ്പോൾ അവിടെ ഫുള്ള് ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഇവിടെ നൈറ്റും പകൽ അങ്ങനെയൊന്നുമില്ല, ഫുൾ സേഫ്റ്റിയാണ് സ്ത്രീകൾക്കൊക്കെ. അല്ലെങ്കിൽ ഇത്ര ആൾ ഇവിടെ എന്തായാലും വരില്ല. സാധാ NH റോട്ടുമ്പോൾ കൂടെയാണ് സ്ത്രീകളൊക്കെ ഫാമിലിയും കൂട്ടിയിട്ട് അച്ചാറുകളൊക്കെ പലവിധ അച്ചാറ് സ്ത്രീകൾ ഫാമിലിയും കൂട്ടിയിട്ട് എല്ലാവരും ടോട്ടലി ആളുകൾ അതിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് നടന്നു പോകണമല്ലൊക്കെ ഉണ്ട്. ഒരു പ്രശ്നമില്ല, ആരും ഒന്നും നമ്മളവിടെ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ്. ഇവിടെ സേഫ്റ്റി ഉണ്ടോ എന്താ അറിയില്ല, ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നടന്നു പോകുന്നുണ്ട്, പ്രശ്നമില്ല. ചക്കരട്ടായൊക്കെ ഇവിടെ ചക്കരട്ടായി, ചെറിയ ചക്കരട്ടായി. ഞാനിങ്ങൾ ഈ വീഡിയോസിൽ ഫസ്റ്റ് കണ്ട തെരുവ് ഡാൻസിൻ്റെ കേസ് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് നമ്മുടെ നാട്ടിൽ മാർക്കോ ഒരു വയലൻസ് പടമാണ്, മോസ്റ്റ് വയലൻസ് പടമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറക്കിയത്. ഒരു 100% ശരിയാണ്. എന്നിട്ട് അത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിന് കുറ്റം പറഞ്ഞതാണ്. ഇതാണ് അവസ്ഥ.